ഹായ് ഗഡീസ്, ബാംഗ്ലൂരിൽ കുറച്ച് നാളെയും താമസിച്ചിട്ടുള്ള മലയാളികൾക്ക് നൊസ്റ്റാൾജി തരുന്ന ഒരു ഫുഡ് ഐറ്റം ഉണ്ട്. അവിടുത്തെ എംപയർ ഹോട്ടലിലത്തെ ചിക്കൻ കബാബ്. അത് കഴിക്കാൻ വേണ്ടി നിങ്ങൾ ഇനി ബാംഗ്ലൂർ വരെ ഒന്നും പോകണ്ട കേട്ടോ, നമുക്ക് നാട്ടിൽ തന്നെ ഉണ്ടാക്കാം. സോ വെൽക്കം ടു നമ്മുടെ സ്വന്തം ബിഞ്ച് അഡ്വഞ്ചേഴ്സ് ആൻഡ് ദിസ് ഇസ് ബാബി. ലെറ്റ്സ് സ്റ്റാർട്ട് കുക്കിംഗ്. ഞാനിവിടെ കബാബ് ഉണ്ടാക്കാൻ വേണ്ടി 1 കിലോ ചിക്കൻ വിത്ത് ബോണാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൺലെസ്സും എടുക്കാം. മാരിനേഷന് വേണ്ടി ചിക്കനിലോട്ട് മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ജീരകപ്പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 2 ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ ഉപ്പ്, ചെറുതാക്കി അരിഞ്ഞ 4 പച്ചമുളക്, 2 മുഴുവൻ നാരങ്ങയുടെ ജ്യൂസ്, 3 ടേബിൾ സ്പൂൺ തൈര്, 2 മുഴുവൻ മുട്ട. ഇതിന് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത ചിക്കനിലോട്ട് 5 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഹോട്ടലിലെ ചിക്കൻ കബാബ് നന്നായി ചുവന്നിരിക്കുന്നത് ഇതുപോലെ റെഡ് കളർ ആഡ് ചെയ്യുന്നത് കൊണ്ടാണ്. നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാനിവിടെ 1/4 ടീസ്പൂൺ റെഡ് കളറാണ് ആഡ് ചെയ്യുന്നത്. നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് 2 മുതൽ 3 മണിക്കൂർ വരെ ഫ്രിഡ്ജിലൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് 2 മണിക്കൂർ കഴിഞ്ഞു. നമുക്കിതിലോട്ട് കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. അരിപ്പൊടി ഇടുന്നത് നല്ല ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി. നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ. ഓരോ സൈഡും നമുക്ക് 8 മിനിറ്റ് വീതം വറുത്തെടുക്കാം. ഈ ഒരു മുരിച്ചിലാവുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. നമ്മുടെ കബാബ് റെഡി. നിങ്ങൾ കബാബ് കഴിച്ചാൽ മാത്രം പോരാ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ വീണ്ടും കാണാം ബിഞ്ച് അഡ്വഞ്ചേഴ്സ്.